സത്യം എന്താണെന്ന് വ്യക്തമായിട്ടും കൊടിയ ദുരന്തത്തിനിരയായ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നേടിയെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമത്തെ ഒറ്റുകൊടുത്ത് നടക്കുന്ന ചില മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. സ്വന്തം നാട്ടിൽ ജീവിച്ചിട്ട് സ്വന്തം നാടിനെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർക്ക് മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്, അതിനുള്ള ശിക്ഷ നൽകണമെന്നുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയരുന്നുണ്ട്. ദുരന്തത്തിൽ അടിയന്തര കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രതീക്ഷിത കണക്ക് സഹിതം നൽകിയ നിവേദനത്തെ ചെലവഴിച്ച തുകയെന്ന പച്ചനുണയാക്കി ആഘോഷിച്ചവർ വയനാട് പുനർനിർമ്മാണ ശ്രമങ്ങളെയാണ് തുരങ്കം വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇടതുവിരോധത്തിൻ്റെ ആധിക്യത്താൽ കേരളം തകർന്നാലും വിരോധമില്ലെന്ന് ചിന്തിക്കുന്ന ഇക്കൂട്ടർ വസ്തുത മനസ്സിലാക്കിയിട്ടും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വസ്തുത വിശദീകരിച്ചപ്പോൾ ചില മാധ്യമങ്ങൾ കുപ്രചാരണത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ മനോരമയടക്കമുള്ളവർ ചിലർ ദുരന്തമുഖത്ത് നശീകരണ ലക്ഷ്യത്തോടെ ഇടപെട്ടു. നിഷ്കളങ്കമെന്ന് തോന്നിക്കും വിധം കണക്കപ്പിഴ വിവാദം തള്ളി സർക്കാർ തുടങ്ങിയ വാർത്തകളിലൂടെ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ഈ കൂട്ടർ ശ്രമിച്ചത്. ദുരന്ത മേഖലയിലേക്ക് പരമാവധി ധനസഹായം ലഭ്യമാക്കാൻ മാനദണ്ഡങ്ങൾ പ്രകാരം കണക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവരല്ല ഈ മാധ്യമങ്ങൾ. കണക്കുകൾ തലങ്ങും വിലങ്ങും പരിശോധിച്ച് പതിവ് വെട്ടലുകൾക്ക് ശേഷമാണ് കേന്ദ്രവും തുക അനുവദിക്കുന്നത്. അതുപോലെ തടയുക ഇപ്പോൾ കിട്ടാനുള്ള നാമമാത്ര തുക തടയുക എന്ന് മാത്രം ലക്ഷ്യമിട്ടാണ് കള്ളവാർത്തയുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 17 സമർപ്പിച്ച നിവേദനം ഓണം കഴിഞ്ഞ് മറ്റു വാർത്തയോ ചർച്ചയോ ഇല്ലാത്ത സമയത്ത് ആസൂത്രിതമായാണ് പുറത്തു കൊണ്ടുവന്നതെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. സ്വിച്ചിട്ടതുപോലെ UDF BJP നേതാക്കളും ഇതിനകത്ത് പ്രതികരണവുമായി രംഗത്തെത്തി. ദുരന്ത സഹായങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിച്ച കേന്ദ്രം വയനാടിൻ്റെ 1/4 പോലും നഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് വൻ തുകയാണ് ഒഴുക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ളതായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കിട്ടുമായിരുന്ന വലിയ സാമ്പത്തിക സഹായങ്ങളുടെ കേന്ദ്രം അടച്ചു. ഇതിലൊന്നും തെല്ലും ആശങ്കയില്ലാത്ത മാധ്യമങ്ങളാണ് ഏതെങ്കിലും സഹായം കിട്ടാനുള്ള സാധ്യതയും ഇതോടെ അടച്ചു തീർത്തത്. ഇന്നലെ ഇറങ്ങിയ മലയാള മനോരമയടക്കമുള്ള ചില പത്രങ്ങൾ ഇത് വലിയ തോതിൽ തെളിയിക്കുകയും ചെയ്തു. സ്വന്തം നാടിനൊരു നേട്ടമുണ്ടാകരുതെന്ന് കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണുക വിരളമായിരിക്കും. അനുമതിയാകില്ല, അവരുടെ കണ്ണീരൊപ്പാൻ എന്ന് തുടങ്ങിയ വിവിധ തലക്കെട്ടുകളിലാണ് ഇവരുടെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദുരിതബാധിതർക്ക് സഹായധനം അനുവദിക്കാൻ പുറപ്പെടുവിച്ച SDRF മാനദണ്ഡങ്ങളിൽ നിറയെ അശാസ്ത്രീയത. ഇത് പ്രകാരം ദുരിതബാധിതർക്ക് ലഭിക്കുക നാമമാത്ര തുക. ഇക്കാര്യം മുൻകൂട്ടി കണ്ടാണ് കേരളം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതെന്ന വസ്തുത മറച്ചുവെച്ചാണ് അധിക തുക ചെലവിട്ടെന്ന പ്രചാരണവുമായി മാധ്യമങ്ങളുടെ സഹായത്തോടെ BJPയും UDFും രംഗത്തിറങ്ങിയത്. SDRF മാനദണ്ഡമനുസരിച്ച് 10 ഇനങ്ങളിലായി 214 കോടിയാണ് ചെലവ്. സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷിത നഷ്ടമാകട്ടെ 524 കോടിയും. വീട് നിർമ്മാണത്തിന് 1.2 ലക്ഷം രൂപയെ കേന്ദ്രം നൽകുകയുള്ളൂ. അതായത് ഒരു വീട് നിർമ്മിക്കാൻ അത്രയും നൽകത്തുള്ളൂ. കേരളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 15 ലക്ഷം രൂപയുടെ വീടാണ്. അതായത് 40 മുതൽ 60% വരെ പരിക്കേറ്റവർക്ക് 74,000 രൂപ അനുവദിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം. 80% മുകളിൽ പരിക്കേറ്റവർക്ക് 2.5 ലക്ഷവും ഗുരുതര പരിക്കേറ്റവർക്ക് 16,000 രൂപയും ഒരാഴ്ചയിൽ താഴെ ആശുപത്രിവാസം അനുഭവിക്കുന്നവർക്ക് 5,400 രൂപയും അനുവദിക്കാം. ആയുഷ്മാൻ ആരോഗ്യ യോജന പ്രകാരം ചികിത്സയ്ക്ക് ആനുകൂല്യവുമില്ല. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരിതം അനുഭവിക്കുന്നവർക്ക് സംസ്ഥാനം അനുവദിച്ച തുക ഇതിനെല്ലാം മുകളിലാണ്. ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ 2 പേർക്ക് ദിവസം 300 രൂപയാണ് നൽകുന്നത്. മാസം 6,000 രൂപയാണ് വാടക. മരിച്ചവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപയാണ് SDRF പ്രകാരം അനുവദിക്കുന്നത്. വയനാട്ടിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് 6 ലക്ഷം രൂപയാണ്. ദുരിത നിവാരണ നിധിക്ക് പുറമെയുള്ള സഹായവും കേരളം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നൽകിയത് 10.9 കോടി രൂപയാണ്. മുണ്ടക്കൈ ദുരിതബാധിതർക്കുള്ള സർക്കാർ ധനസഹായ വിതരണം ഇപ്പോൾ 10.9 കോടിയും കഴിഞ്ഞിരിക്കുന്നു. തിരുവോണത്തിൻ്റെ തലേദിവസം വരെയുള്ള കണക്കനുസരിച്ചാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അതായത് ദുരിതം ബാധിച്ച 946 കുടുംബങ്ങൾക്കാണ് 10,000 രൂപ നൽകിയത്. 10,000 രൂപ വീതം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമായി നൽകുന്ന 6 ലക്ഷം രൂപ 114 കുടുംബങ്ങൾക്ക് അനുവദിച്ചു. 6.84 കോടി രൂപയാണ് ഈ ഇനത്തിൽ നൽകിയത്. ഉപജീവനത്തിനായി 1,557 പേർക്ക് 300 രൂപ വീതം അനുവദിച്ചു. 4,35,200 രൂപയാണ് ഈ കാര്യത്തിനായി വിനിയോഗിച്ചിട്ടുള്ളത്. ഗുരുതര പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കഴിഞ്ഞ 8 പേർക്ക് 4,35,200 രൂപയും ഒരാഴ്ചയിൽ കൂടുതലുണ്ടായിരുന്ന 26 പേർക്ക് 17,16,000 രൂപയും നൽകി. മരിച്ചവരുടെ ആശ്രിതർക്ക് PNRFിൽ നിന്നും
2.28 കോടി രൂപ നൽകി. 114 കുടുംബങ്ങൾക്കാണ് ഈ തുക ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൃതദേഹ സംസ്കാരത്തിനായി 173 കുടുംബങ്ങൾക്ക് 10,000 രൂപ തന്നെ നേരത്തെ നൽകിയിരുന്നു. താൽക്കാലികമായി പുനരധിവസിപ്പിച്ച 670 കുടുംബങ്ങൾക്ക് ആദ്യ മാസത്തെ വാടകയായ 6,000 രൂപ വീതം നൽകി. അതായത് 4,02,000 രൂപയാണ് വാടക ഇനത്തിൽ നൽകിയിരിക്കുന്നത്. സ്ഥിരം പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ വാടക നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അർഹമായ ആർക്കെങ്കിലും ധനസഹായം ലഭിക്കാത്തതുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദാലത്തും സംഘടിപ്പിച്ചിരുന്നു. ഇവർക്കും സഹായം നൽകുമെന്നും വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിരുന്നു. UDF കാലത്തോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നഷ്ടപരിഹാരത്തിനായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കുന്ന കണക്ക് തയ്യാറാക്കുന്നത് അതാത് കാലത്തുള്ള കേന്ദ്ര മാർഗനിർദ്ദേശ രേഖ പ്രകാരമാണ്. 2012 വരൾച്ചാ കാലത്ത് അന്നത്തെ UDF സർക്കാർ തയ്യാറാക്കി നൽകിയത് പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന നിലയിൽ ഏതാണ്ട് 1995.38 കോടി രൂപയാണ്. അടിയന്തര സഹായം ആവശ്യപ്പെട്ട് 2012 സെപ്റ്റംബർ 17 സമർപ്പിച്ച നിവേദനത്തിൽ അന്നത്തെ UDF സർക്കാർ ആവശ്യപ്പെട്ടത് 1468.63 കോടി രൂപയാണ്. ഇതും ചെലവ് ചെയ്തതിൻ്റെ കണക്കല്ല, ആവശ്യമായ തുകയാണ് ഈ പറയുന്ന കണക്കിൽ കാണിച്ചിരുന്നത്. അതേ വർഷം ഒക്ടോബർ 31 കൂടുതൽ വിപുലീകരിച്ച് 1995.38 കോടി രൂപയുടെ കണക്കും നൽകി. 2012-13 മഴക്കെടുതിയും മണ്ണിടിച്ചിലും സംബന്ധിച്ച നിവേദനത്തിൽ 1428.75 കോടി രൂപ ആവശ്യപ്പെട്ടതും പ്രതീക്ഷിത കണക്കാണ്. UDF സർക്കാർ കാലത്ത് 6 തവണയെങ്കിലും ധനസഹായത്തിന് നിവേദനം കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒന്നും ഉണ്ടാക്കാതിരുന്ന വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അന്ധമായ ഇടത് സർക്കാരിനോടുള്ള വിരോധമാണ് ഇവിടെ വച്ചു പുലർത്തിയത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടും പിണറായി സർക്കാരിനോടും കാണിക്കുന്ന വിരോധം എന്തിനാണ് വയനാട്ടിലെ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? കേരളത്തിനോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. BJPക്ക് കേരളത്തിനോടുള്ള വിരോധം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ നാട്ടിലെ ഭക്ഷണം കഴിച്ച് ഈ നാട്ടിൽ അന്തി ഉറങ്ങുന്ന, ഈ നാട്ടിൽ വീടും കൂരയുമുള്ള ഓരോരുത്തരും അല്ലെങ്കിൽ ഇതിനായി ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെയും ഇവരുടെയും ഇരട്ടത്താപ്പ് എന്തിനാണ്? അന്ധമായ രാഷ്ട്രീയം അത്തരം മേഖലകളിലാണ് കാണിക്കേണ്ടത്. അതല്ലാതെ ഒരു നാടിനെ മുഴുവൻ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടാൻ പോകുമ്പോൾ അതിനെ തകർക്കുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ കാണിക്കുന്ന നീതി ഒരു നീതിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്ധമായ രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് നമുക്ക് വയനാടിനായി കൈകോർക്കാം.